ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര ഇന്ന് ഓച്ചിറയിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. നാളെ സെക്രട്ടേറിയറ്റിലാണ് ഇത് സമാപിക്കുന്നത്. വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജാവിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിട്ടാണ് ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഓച്ചിറയിൽ നിന്നും ആരംഭിച്ച് വിവിധ ഹിന്ദു ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഹിന്ദു അവകാശ സംരക്ഷണ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം തന്നെ അവർ പറയുകയുണ്ടായി. എന്തായാലും നാളെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമാപിക്കും. 24 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷമായതിൻ്റെ പേരിൽ നിരവധി അവഗണനകളും ആണ് നടക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെല്ലാം സർക്കാരിൽ നിന്ന് അതിൻ്റേതായ ആവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം കിട്ടുന്നു. പക്ഷേ ഭൂരിപക്ഷമായതിൻ്റെ പേരിൽ പലതും അവർ ത്യജിക്കപ്പെടുന്നു. അങ്ങനെ വിവിധ ഇനം ഹിന്ദുക്കൾക്കുള്ള വേണ്ടി ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ ഹിന്ദു അവകാശ സംരക്ഷണ യാത്രയാണ് ഇന്ന് ഓച്ചിറ ശ്രീ പരബ്രഹ്മസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ അവസാനിക്കും. എന്താണ് ഈ അവകാശ സംരക്ഷണ യാത്രയെക്കുറിച്ച് പറയാനുള്ളത്? കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഇന്ന് വളരെ ദുരിതമനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ജനിച്ച മണ്ണിൽ നിന്നുകൊണ്ട് അവൻ്റെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഹിന്ദു സമൂഹം മാറിയിരിക്കുന്നു. നമുക്കറിയാം, ബംഗ്ലാദേശിൽ നടന്ന ന്യൂനപക്ഷ വേട്ട, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ ഇവിടെ മെഴുകുതിരി കത്തിക്കാനും ഹാഷ്ടാഗ് ചെയ്യാനും ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. അതേസമയം ഇസ്രയേലിലും പാലസ്തീനിലും അല്ലെ ഇറാനിലും നടക്കുന്ന യുദ്ധങ്ങളിൽ ഇസ്രയേലിനെതിരെ മുറവിളി കൂട്ടിക്കൊണ്ട് ഇറാനെയും ഹമാസിനെയും അനുകൂലിക്കുന്ന ചില നിലപാടുകൾ എടുത്തുകൊണ്ട് ഇവിടെ ഹാഷ്ടാഗുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഹിന്ദുവിനെയാണ് ഇന്ന് റോഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരത്തുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുക, നമ്മൾ നാടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചെന്ന് നോക്കുക, ഹിന്ദു തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവൻ്റെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സർക്കാരുകൾ രാഷ്ട്രീയത്തിനകത്ത് മതത്തെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മതാധിപത്യം ജനാധിപത്യത്തിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ അത് വലിയ വിപത്തുകൾ നാടിനുണ്ടാക്കും. അതാണിപ്പോൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും മതനേതാക്കന്മാരുടെ തിണ്ണനിറങ്ങിക്കൊണ്ട് 4-5 വോട്ടിനു വേണ്ടി മതനേതാക്കന്മാർ പറയുന്ന വാക്കുകൾ അംഗീകരിച്ചുകൊണ്ടും അതനുസരിച്ചുകൊണ്ടും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ അടുത്തു കഴിഞ്ഞാൽ അവർ ഓരോ മതനേതാക്കന്മാരുടെയും വീടുകളിലാണ് അവർ അന്തി ഉറങ്ങുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ ഈ അടുത്ത സമയത്ത് ചില ആൾക്കാർ കോൺഗ്രസിൽ നിന്നും മറ്റ് സംഘടനയിലേക്ക് പോയവരും അല്ലെ ഇടതുപക്ഷത്തു നിന്നും കോൺഗ്രസിലേക്ക് പോയവരും നേരെ പോകുന്നത് പാണക്കാട്ടേക്കാണ്. BJPയുടെ നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇവരെന്തുകൊണ്ട് വിശ്വകർമ്മ നേതാക്കളുടെ വീട്ടിലേക്ക് പോകുന്നില്ല? ഇവർ എന്തുകൊണ്ട് മറ്റ് സമുദായ ആചാര്യന്മാരുടെ വീടുകളിലേക്ക് പോകുന്നില്ല? ഇവർ നേരെ എന്തുകൊണ്ട് പാണക്കാട്ടേക്ക് പോകുന്നു എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് വളരെ വളരെ വിപത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാണക്കാട് കുടുംബക്കാരാണോ കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത്? അതെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്നത് പാണക്കാട് കുടുംബമായിരിക്കും. ഇപ്പം 7 മന്ത്രിമാരെയാണ് ചോദിച്ചിരിക്കുന്നത്, ഒപ്പം ഉപമുഖ്യമന്ത്രിയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. PD സതീശൻ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കേരള സംസ്ഥാനത്തെ മറ്റ് തീവ്രവാദ സംഘടനകൾക്ക് അടിയറവ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതിന് നമുക്ക് മാറ്റം ഉണ്ടാവണം. ആ മാറ്റത്തിന് ഹിന്ദു ഉണർന്നെങ്കിലേ പറ്റൂ. ഉണർന്ന ഹിന്ദുവിനെ തളർത്തുവാൻ വേണ്ടി അതിനുവേണ്ടി മുന്നിട്ടിറക്കുന്നവരുടെ പേരിൽ കേസുകൾ എടുത്തുകൊണ്ട് അല്ലെ അവരുടെ മനോവധയെ തളർത്തിക്കൊണ്ട് ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സർക്കാരും ഒരു ഭാഗത്ത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുവിന് നേരെ വന്നിരിക്കുകയാണ്. നമുക്കിതല്ല ഇവിടെ ആവശ്യം. നമുക്ക് ആവശ്യം വേണ്ടത് ഹൈന്ദവൻ്റെ ആചാരങ്ങളെ സംരക്ഷിക്കപ്പെടണം, അവൻ്റെ ക്ഷേത്ര ഭൂമികൾ സംരക്ഷിക്കപ്പെടണം, അവൻ്റെ ക്ഷേത്രങ്ങളിലെ സ്വർണങ്ങളും ക്ഷേത്രങ്ങളിലെ സമ്പത്തും ഭണ്ഡാരങ്ങളും സംരക്ഷിക്കപ്പെടണം. ശബരിമല പോലുള്ള ഹൈന്ദവൻ്റെ വിശ്വാസത്തെ ശബരിമലയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഹൈക്കോടതിയുടെ ഏതോ വിധിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കുക പോലും ചെയ്യാതെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയത ഒന്നാം പിണറായി സർക്കാർ ശബരിമലയെ സ്ത്രീകളെ കയറ്റി കളങ്കം വരുത്തിയത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ വിശ്വാസ സമൂഹത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ്. താന്ത്രിക വിധിപ്രകാരമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. തന്ത്രി എന്ന് പറഞ്ഞാൽ
ഭഗവാന്റെ അനുജ്ഞ നടപ്പിലാക്കുന്ന വ്യക്തിയാണ്. ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ എന്താണ് അനുജ്ഞ നടപ്പാക്കട്ടെ എന്ന് തന്ത്രിയാണ്, അതായത് പിതൃസ്ഥാനീയനാണ് തന്ത്രി. ആ തന്ത്രിയെ പോലും ജയിലിലടച്ച ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റേതെങ്കിലും മതസ്ഥലെ മുല്ലാക്കമാരെയോ ഉസ്താദുമാരെയാണോ ജയിലിലടച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളത്തിലെ സർക്കാർ ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ അവർ കാണിക്കുന്ന നെറുകേടുകളെല്ലാം ഹിന്ദുവിന് നേരെ എന്തും ചെയ്യാം, ഹിന്ദുവിനെ അവർക്ക് ഏത് രീതിയിലും അപകീർത്തിപ്പെടുത്താം, ഹിന്ദുവിൻ്റെ പേരിൽ എന്ത് കേസും എടുത്താൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു അവസ്ഥാവിശേഷത്തിൽ മാറിക്കൊണ്ടിരിക്കുക. അതിനൊരു മാറ്റം വരണം. അതിനാണ് കൃഷ്ണരാജ് വക്കീലിൻ്റെ നേതൃത്വത്തിൽ നേടിയെടുത്ത ഈ ഹൈക്കോടതി വിധിയുമായി ഹിന്ദുവിന് മതപഠന ക്ലാസ് അത്യാവശ്യമാണ്. അതായത് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അവൻ്റെ ചെറുപ്രായം പോലെ അവൻ മദ്രസയിൽ പോകുന്നു. ഇവിടെ ആരും തടയുന്നില്ല. ഏതെങ്കിലും ഹിന്ദു തടയുന്നുണ്ടോ? ഏതെങ്കിലും മുസൽമാനെ അവർ തടയുന്നുണ്ടോ? ഇല്ല. അതേസമയം ഒരു ഹിന്ദു ഗീതാപഠനം നടത്തിയാൽ അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തിനെതിരെ ശക്തമായ പ്രത്യാഘാതം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. കാരണം കേരളം ഏറ്റവും വലിയ ഒരു സംസ്കാരവും പൈതൃകവും ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന ഒരു നാടാണ്. ആ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കണം. സനാതനധർമ്മത്തെ ഊട്ടിയുറപ്പിക്കുകയും സനാതനധർമ്മത്തെ കാത്തുരക്ഷിക്കുകയും സനാതനധർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഹിന്ദുവിൻ്റെ കടമയായി മാറിയിരിക്കുക. മതേതരത്വം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിൽ മതേതരത്വം ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ്. ഹിന്ദുവിൻ്റെ അവകാശങ്ങളെ ചവിട്ടിയരച്ചുകൊണ്ട്, ഹിന്ദുവിൻ്റെ സംസ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, ഹിന്ദുവിൻ്റെ പൈതൃകത്തെ ഇല്ലാതാക്കിക്കൊണ്ട് സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. സനാതനധർമ്മം ഒരിക്കലും നശിക്കത്തില്ല എന്നുള്ള വസ്തുത ഓരോ മനസ്സാക്ഷിയുള്ളവർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ല രീതിയും അറിയാമെന്നുള്ള വിവരം ഇവിടെ പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു സമൂഹം കാട്ടിക്കൊടുക്കും എന്ന് ഹിന്ദു സേവാ സംഘവും ഹിന്ദു അവകാശ സംരക്ഷണ സമിതിയും ഹിന്ദു അവകാശ സംരക്ഷണ രക്ഷാസമിതിയും ഊട്ടിയുറപ്പിച്ച് പറയുകയാണ്. ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുന്നത് എന്ന് ആദരണീയനായ പ്രകാശൻ മാഷും ആചാര്യൻ മാത്ര സുന്ദരേശൻജിയും വ്യക്തമാക്കി കഴിഞ്ഞു. സനാതനധർമ്മം എന്ന ആ മഹാസംസ്കൃതി ഭാരതത്തിലുള്ള കാലത്തോളം സമാധാനവും സന്തോഷവും സ്നേഹവും നിലനിൽക്കുമെന്നറിഞ്ഞുകൊണ്ട് സനാതനധർമ്മത്തെ തകർക്കാൻ അതിൻ്റെ ചട്ടക്കൂടുകളും അടിത്തറയുമായ ക്ഷേത്രങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും തകർക്കുന്നതിനു വേണ്ടി വിവിധ തലത്തിൽ വൈദേശിക ശക്തികൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുകയും അവരുടെ വാലാട്ടുകളായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ നമ്മൾ കാണപ്പെടുന്നത്. ഇസ്ലാമിക പാഠശാലകൾക്ക്, മദ്രസകൾക്ക് സർക്കാർ തലത്തിൽ സഹായം കൊടുത്ത് അതുപോലെ മറ്റുള്ള മതവിഭാഗങ്ങൾക്കും കൊടുക്കും. പക്ഷേ ഹിന്ദുവിന് ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ല. അത്രയും ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കൃതിയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഞങ്ങൾ ആരെയും ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല, ഭയമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ തുടക്കമാണ്, വെറുമൊരു തുടക്കം മാത്രമാണ് ഈ ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര. ഇവിടെ കൂടിയിരിക്കുന്ന വളരെ ചുരുക്കം പേരാണെങ്കിൽ പോലും ഇത് വലിയൊരു മഹാസൈന്യത്തിൻ്റെ ആരംഭമാണ് എന്ന് സർക്കാർ പ്രതിനിധികളായിട്ടുള്ളവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ വിവിധ പരമ്പരകളിലെ സന്യാസിമാരും ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ആചാര്യന്മാരും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കി ആ വിധിക്കനുസരിച്ച് എല്ലാ ദേവസ്വം ബോർഡുകളിലും പാഠശാലകൾ തുടങ്ങാനും അതിനനുസരിച്ച് പാഠ്യപദ്ധതികളിലൂടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പ്രചരണം നടത്താനും അതിനുള്ള ഫണ്ട്
കൃത്യമായി വിനിയോഗിക്കാനും ഇടയാക്കണം, അതിനെ ജനമധ്യയെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യാത്ര. അതുകൊണ്ട് ഈ യാത്രയുടെ വിജയം സനാതന ധർമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വിജയമാണ് എന്ന് മനസ്സിലാക്കി ഇതിനോടൊപ്പം ചേർന്ന് എല്ലാവരുടെയും പിന്തുണയും നാളെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ യാത്ര അവസാനിക്കുമ്പോൾ അവിടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകാനുള്ള ആ പ്രമേയം അത് അവതരിപ്പിച്ചുകൊണ്ട് അത് അവർക്ക് സമർപ്പിക്കാൻ ആ സമയത്ത് നിങ്ങൾ ഏവരുടെയും സാന്നിധ്യം അവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്തേ.